വലിയൊരു ഗ്യാപ്പിന് ശേഷം നമ്മുടെ എക്സ്ട്രാ ടൈം കോൺ എന്ന് പറയുന്ന ചാനൽ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാകുന്ന വിശ്വാസത്തോടുകൂടി തന്നെ അത് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് ഡിസംബർ 29 സൺഡേ ആണ്. നമുക്ക് ഗെയിം വീക്ക് 19 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡേ കൂടെയാണ് ഇന്ന്. ഇനി മുതൽ നമ്മുടെ ചാനലിൻ്റെ അകത്ത് എല്ലാ ഗെയിം വീക്കിൻ്റെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പ്രിവ്യൂ ഉണ്ടാവും, റിസൾട്ട് അനാലിസിസ് ഉണ്ടായിരിക്കും. അതുകൂടാതെ ഇത്തവണ നമ്മൾ പ്ലാൻ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻറ്റസി പ്രീമിയർ ലീഗ് FPL കളിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ടീം സെലക്ഷനും അതിൻ്റെ നെക്സ്റ്റ് ഓരോ വീക്കിലേക്കുള്ള ടീമിൻ്റെ പ്ലെയേഴ്സും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഗ്മെൻറ്റും കൂടെ നമ്മുടെ ചാനലിനകത്ത് ഉണ്ടായിരിക്കുന്നത് അറിയിക്കുകയാണ്. എനിവേ നമുക്ക് നേരിട്ട് നമ്മുടെ ഈ ആഴ്ചയിലെ ഗെയിം വീക്ക് 19ൻ്റെ പ്രിവ്യൂയിലേക്ക് പോകാം. അതായത് ഈ ആഴ്ച ഫസ്റ്റ് മാച്ച് എന്ന് പറയുന്നത് ഇന്ന് ലെസ്റ്റർ സിറ്റി വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി ആണ്. മാഞ്ചസ്റ്റർ സിറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗാർഡിയോളായാലും സിറ്റി ഒരുപാട് കുറേ വർഷങ്ങൾക്കിടയിൽ ഇങ്ങനത്തെ ഒരു പരാജയം അവർക്ക് അനുഭവിച്ചിട്ടില്ല. ബാക്ക് ടു ബാക്ക് പരാജയങ്ങളുടെ ഇടയിൽ പെട്ടിട്ട് ഈ നവംബറിന് ശേഷമുള്ള പ്രീമിയർ ലീഗ് ടേബിൾ എടുക്കുമ്പോൾ അവർ ഏറ്റവും അവസാനത്തെ പൊസിഷനിലാണ്. വെറും 5 പോയിന്റ് മാത്രമാണ് അവർക്ക് ആ ഒരു 8ഓളം മാച്ചിൽ നിന്ന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരുടെ പ്രീമിയർ ലീഗിലത്തെ ടേബിളും അവർ 7ാം സ്ഥാനത്താണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം റിക്കവറി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എവർട്ടനായിട്ടുള്ള ലാസ്റ്റ് മാച്ചിനകത്ത് ഒരു ഫസ്റ്റ് ഗോൾ ലീഡോടി വന്നപ്പോൾ ഞാൻ കരുതി അവർ ഓക്കെ ആവുമെന്ന് കരുതുന്ന ആ മാച്ച് ഡ്രോയിലാണ് അവസാനിച്ചത്. ഹാലണ്ടിന് പോലും ഒരു പെനാൽറ്റി കിട്ടി സ്കോർ ചെയ്യാൻ കഴിയാതെ അവരുടെ മൊത്തത്തിൽ കോൺഫിഡൻസ് ഒക്കെ പോയി കിടക്കാണ്. റോഡ്രി പോയത് ശരിക്കും ആ ടീമിനെ അറിയുന്നുണ്ട്. മറിച്ച് അപ്പുറത്തെ സൈഡിലാവുമ്പോൾ നമ്മുടെ ലെസ്റ്റർ സിറ്റിക്ക് പുതിയ കോച്ച് വന്നതിന് ശേഷം അവർക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തുമെന്നുള്ളത് ഇന്നത്തെ ഈ മാച്ചിലൂടെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ടഫ് മാച്ച് ആയിരിക്കും. രണ്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം ജയത്തിൻ്റെ രീതിയിലേക്ക് സിറ്റി വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഫസ്റ്റ് മാച്ച് നമ്മൾ വിടുന്നത്. പക്ഷേ മത്സരം എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ജയിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അടുത്ത മാച്ച് ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് സതാംപ്ടൺ ആണ്. ക്രിസ്റ്റൽ പാലസ് ഗ്ലാസ്നർ വന്നതിന് ശേഷം ആ ഒരു ടീം നന്നായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഡിഫൻസ് വൈസൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ചെൽസിയുടെ ലോണി ചലോബൊക്കെ വന്നതോടെ അവരുടെ ഡിഫൻഡ് ശരിക്കും നന്നായിട്ട് അളന്നു കുറിച്ച് കളിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്മായിൽ സാറിൻ്റെ ഫോമും അവർക്ക് നല്ല അറ്റാക്കിംഗ് മോഡിൽ കളിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് സതാംപ്ടണെതിരെയാണ് അവർ കളിക്കുന്നത്. സതാംപ്ടൺ ഈ കയറി വന്ന ടീമിൻ്റെ അകത്ത് അവർ കുറച്ചൊന്നും ഡൗൺ ആയി നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ ലാസ്റ്റ് വീക്കിൽ വെസ്റ്റ് ഹാമിനെതിരെയുള്ള മത്സരത്തിൽ അവർക്ക് ജയിക്കാമായിരുന്നു. അല്ലെങ്കിൽ നല്ല ഒരുപാട് മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ചെങ്കിലും ഫാബിയാൻസ്കിയും പിന്നീട് അരിയോളയും നന്നായിട്ട് ഒരുപാട് സേവുകൾ എത്തിയിട്ടാണ് ആ മത്സരത്തിൽ വെസ്റ്റ് ഹാമിന് അനുകൂലമായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അടുത്തത് എവർട്ടൺ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആണ്. ഇതുപോലെ തന്നെ നല്ലൊരു കിടിലൻ മാച്ചായിരിക്കും പ്രതീക്ഷിക്കുന്ന ഒരു മാച്ചാണ്. കാര്യം എവർട്ടനെ സംബന്ധിച്ചിടത്തോളം എവർട്ടൺ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പൊസിഷനിലേക്ക് അവർ മാറി. അപ്പുറത്ത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആണെങ്കിൽ പറയണ്ട, അവരുടെ ഒരു അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പെർഫോമൻസാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം 3ാം സ്ഥാനത്താണ് ഇപ്പോൾ നിലവിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. കഴിഞ്ഞ 2-3 സീസണിൽ അവർ ടോട്ടൽ സ്കോർ ചെയ്ത പോയിൻ്റാണ് ഇപ്പോൾ ഓൾറെഡി അവർ 18 ഗെയിമിൽ നിന്ന് സ്കോർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് തന്നെ അവർ ഈ പറയുന്ന ഡിഫൻസ് വൈസും നന്നായിട്ട് ഗോളുകൾ കൺസിഡർ ചെയ്യുന്നതിനകത്തൊക്കെ നന്നായിട്ട് പിശുക്ക് കാണിക്കുന്ന അവരുടെ ആ ഒരു സ്ട്രാറ്റജിയാണ് അവരെ മുന്നിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ എവർട്ടൺ തോൽക്കാതിരിക്കാൻ നന്നായിട്ട് കഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഈ മത്സരത്തിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനായിരിക്കും ഒരു 2-0 ജയിക്കാൻ പറ്റാൻ തോന്നുന്നു. ഇന്നത്തെ അടുത്തൊരു മാച്ച് എന്ന് പറയുന്നത് ഫുൾഹാം വേഴ്സസ് ബേൺമൗത്ത് ആണ്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല സ്ട്രോങ് മാച്ചാണ്. രണ്ടും മിഡ് ടേബിൾ എന്നുള്ള ഒരു പൊസിഷനിൽ നിന്ന് പൊന്തി വരാൻ ശ്രമിക്കുന്ന നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ടീംസാണ്. ഫുൾഹാം കഴിഞ്ഞ കളിയിൽ ചെൽസിനെ ഞെട്ടിച്ച് തോൽപ്പിച്ച് വന്ന ടീമാണ്. കാര്യം ചെൽസി ആ മാച്ചിൽ ജയിച്ചു എന്ന് ഞാൻ ഉറപ്പിച്ച് വിചാരിച്ചിരുന്നതാണ്. അവസാന നിമിഷത്തിൽ 2 ഗോളുകളിൽ കളി കണ്ട് തിരിഞ്ഞതാണ്. ഇഞ്ചുറി ടൈമിൽ ചെൽസി ജയിക്കാനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഇടയിൽ തന്നെ ഫുൾഹാം അവരുടെ വിന്നിംഗ് ഗോൾ സ്കോർ ചെയ്യുക. അതിന് 2-1 ചെൽസി എന്ന് പറയുന്നത് ഈ സീസണിൽ വളരെ നന്നായി കളിച്ചുകൊണ്ടിരുന്ന ഒരു പൊസിഷനിൽ നിന്ന് ഒരു തോൽവിയിലേക്ക് തിരിച്ച് വീഴ്ത്തിയ ഒരു പൊസിഷനാണ് ഇപ്പോൾ ഫുൾഹാമിനെ സംബന്ധിച്ചിടത്തോളം. ഒരു അൺബീറ്റൻ റണ്ണോടുകൂടി തന്നെയാണ് ഫുൾഹാം പോയിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് ബേൺമൗത്തും പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ബേൺമൗത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ആഴ്സണലിനൊക്കെ തോൽപ്പിച്ച ടീമാണ്. ചെൽസിക്കെതിരെ ലിവർപൂളിനെതിരൊക്കെ വളരെ നല്ല ഫുട്ബോൾ കാഴ്ചവെച്ചിട്ട് ഒരുതി നിന്ന ടീമാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് മാച്ചായിരിക്കും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവും ഇല്ല. എനിക്ക് തോന്നുന്നു അതൊരു ഡ്രോയിലായിരിക്കും അവസാനിക്കുക. ഒരു 1-1 നിൽക്കുമായിരിക്കും തോന്നുന്നു. അടുത്തത് ഗോളടിയുടെ പൂരായിരിക്കും സ്പേഴ്സ് വേഴ്സസ് വൂൾസ്.
രണ്ട് ടീമും ഡിഫൻസ് വൈസ് വളരെ ഓപ്പണായി കളിക്കുന്ന ടീമാണ്. പക്ഷേ വൂൾസ് പുതിയ കോച്ച് വന്നതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാച്ചിൽ ക്ലീൻ ഷീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവർ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളത് നോക്കാം. ടോട്ടനാമിനെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചുറി വലിയ ഇഷ്യൂ ആണ്. പക്ഷേ അറ്റാക്കിങ്ങിൽ അവർ യാതൊരു കുറവും വരുത്താതെ അറ്റാക്ക് ചെയ്യുന്ന ടീമാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഗോളുകൾ വന്നേക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതൊരു അട്ടിമറിയായിരിക്കും. വൂൾസ് തന്നെ ജയിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇന്നത്തെ അവസാന മാച്ച് എന്ന് പറയുന്നത് ലിവർപൂളിൻ്റെതാണ്. ലിവർപൂൾ വേഴ്സസ് വെസ്റ്റ് ഹാമാണ്. ലിവർപൂൾ പറക്കാണ്. ഇതിൽ ആരും ഇല്ലാത്ത പോലെ അത്രയും വലിയ പോയിന്റ് ഡിഫറൻസിലാണ് അവർ ഒന്നാം സ്ഥാനത്ത് നിലനിർത്തുന്നത്. മുഹമ്മദ് സലാ എന്ന് പറയുന്ന അവരുടെ സ്റ്റാർ പ്ലെയർ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മാച്ചിലും ഗോളോ അസിസ്റ്റോ ഇല്ലാത്ത ഒരു മാച്ചും ഇല്ലാത്തതെന്ന് പറയുന്ന രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. FPL കളിക്കുന്ന ആൾക്കറിയാം, ഒരുപാട് പോയിന്റ് സ്കോർ ചെയ്തിട്ട് FPL താരരാജാവായിട്ട് സലാഹ് നിൽക്കുമ്പോൾ അതിൻ്റെ ഫുൾ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് ലിവർപൂളിൻ്റെ മറ്റ് പ്ലെയേഴ്സ് നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഡിഫൻസ് വൈസ് ആയാലും എല്ലാ നിലക്കും സ്ലോട്ട് വന്നതിന് ശേഷമുള്ള ലിവർപൂളിൻ്റെ പ്രകടനം ഗംഭീരം എന്നല്ലാതെ ഒന്നും പറയാനില്ല. മത്സരം മൃഗീയ ഭൂരിപക്ഷത്തിൽ വെസ്റ്റ് ഹാമിനെ തകർക്കും എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. ഒരു 4-0 4-1 ആയിട്ട് ലിവർപൂൾ ജയിക്കും എന്നാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ. നാളെ 2 മാച്ചാണുള്ളത്. ഫസ്റ്റത്തെ മാച്ച് എന്ന് പറയുന്നത് ആസ്റ്റൺ വില്ലയുടേതാണ്. ആസ്റ്റൺ വില്ല കളിക്കുന്നത് ബ്രൈറ്റണെതിരാണ്. രണ്ട് ടീമും അത്ര ഒരു മികച്ച ഒരു ഫോമിലല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ആസ്റ്റൺ വില്ലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മാച്ചിൽ ഡുറാൻ ഒരു ഡയറക്ടർ കൂടെ അദ്ദേഹം പോയതുകൊണ്ട് തന്നെ അവരുടെ വാറ്റ്കിൻസ് ആയിരിക്കും മിക്കവാറും സ്ട്രൈക്കറായിട്ട് തിരിച്ചു വരിക എന്നുള്ളതുകൊണ്ട്. ഇപ്പുറത്ത് ബ്രൈറ്റൺ നന്നായിട്ട് ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തെങ്കിലും എല്ലാ സീസണിലും ആ ഒരു രീതിയാണ്. നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യും, പിന്നീട് അവരുടെ ആ ഒരു ലെവലിൽ മിസ്സായി പോകുന്നൊരു സംഭവം ഉണ്ടാവാറുണ്ട്. ഇത്തവണയും അത് സംഭവിച്ച ഒരു സിറ്റുവേഷനാണുള്ളത്. ജാവോ പെഡ്രോ തിരിച്ചു വന്ന് എല്ലാവരും കരുതിയത് അദ്ദേഹം ബാക്ക് ടു ബാക്ക് ഗോൾ അടിക്കും എന്നാണ്. അദ്ദേഹത്തെ 2 കളി നന്നായിട്ട് ചെയ്തു. പക്ഷേ പിന്നീട് ഒരു വിചാരിച്ച ഒരു ലെവലിലേക്ക് അവർ എത്തിയിട്ടില്ല. മത്സരം ഒരു ഡ്രോ ആവുമെന്നാണ് എനിക്ക് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ. നാളത്തെ രണ്ടാമത്തെ മാച്ച് ഇപ്സ്വിച്ച് വേഴ്സസ് ചെൽസിയാണ്. ആസ് എ ചെൽസി ഫാൻ, ചെൽസിക്ക് ഫുൾഹാമിനെതിരെയുള്ള ആ ഒരു തോൽവിയിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെൽസി വളരെ നല്ല രീതിയിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ കോച്ച് എൻസോ മരസ്കാൻ്റെ കീഴിൽ നല്ല റിക്കവറാണ് ചെൽസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന പൊസിഷനിൽ നിന്ന് ഒരുപാട് മുന്നിലോട്ട് വരികയും ഇപ്പം നിലവിൽ എന്താ പറയുക, പ്രീമിയർ ലീഗിൻ്റെ ഒരു കണ്ടൻറ്റേഴ്സ് ആകുമോ എന്ന് സംശയിക്കുമ്പോൾ മരസ്ക പറയുന്നത് വി ആർ നോട്ട് ഇൻ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് എന്ന് പറയണത്. എനിവേ നമുക്ക് കളി കാണുമ്പോൾ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ചെൽസിയുടെ പുതിയ സൈനിങ്സ് ആയാലും ഇപ്പോൾ സാഞ്ചസ് ആയാലും പെഡ്രോ നെറ്റ് ആയാലും ഒക്കെ നന്നായിട്ട് ഒത്തൊരുമയോട് കളിക്കുന്ന ഒരു ടീമിൻ്റെ അകത്ത് പാൾമർ എന്ന് പറയുന്ന ആ ഒരു താരത്തിനെ കിട്ടിയതും ചെൽസിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായി. ചെൽസിൻ്റെ ഒരു ഐക്കോണിക് പ്ലെയർ എന്നുള്ള ലെവലിലേക്ക് പാൾമർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കളിയിൽ ഫുൾഹാമിനെതിരെ നേടിയ ഗോൾ ഉൾപ്പെടെ നമുക്ക് വ്യക്തമായിട്ട് സൂചന നൽകുകയാണ് ഹീസ് ഗോയിങ് ടു ബി എ ലെജൻഡ് അറ്റ് ചെൽസി എന്നുള്ളതിനകത്ത്. ഇപ്സ്വിച്ചിന് ഒരു ഗോളൊക്കെ സ്കോർ ചെയ്താൽ കഴിഞ്ഞേക്കും ചെൽസി ഒരു 3-1 ജയിക്കും എന്നാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ. നാളെ അർദ്ധരാത്രിയിലെ മത്സരം അല്ലെങ്കിൽ മറ്റന്നാളത്തായിട്ട് കണക്കെടുക്കാവുന്ന ഒരു മത്സരമാണ് അടുത്തത്. ഒരു നല്ലൊരു മാച്ചായിരിക്കും. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ന്യൂ കാസിൽ യുണൈറ്റഡ് എന്ന് പറയുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അമോറിം വന്നതിന് ശേഷം റിക്കവർ ആവുമെന്ന് കരുതുകയും ഫെർഗിയ റൈസ് ബാക്ക് എന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സപ്പോർട്ടേഴ്സ് ഉൾപ്പെടെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എവർട്ടനെതിരെയുള്ള 4-0 ശേഷം അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഒറ്റ മാച്ചും വിജയിച്ചിട്ടില്ല. ലാസ്റ്റ് മാച്ച് ഉൾപ്പെടെ അവർ തോൽവിയിലായിരുന്നു. ഇന്ന് ബ്രൂണോ ഫെർണാണ്ടസ് ഇല്ലാതാണ് അവർക്ക് കളിക്കേണ്ടത്. കഴിഞ്ഞ മാച്ചിൽ റെഡ് കിട്ടിയതുകൊണ്ട് അതിരി അവർക്ക് ഹാർഡായിരിക്കും. കൂടാതെ ന്യൂ കാസിലാണെങ്കിൽ നല്ല ഫോമിലേക്ക് വരുന്നുണ്ട്. ഇസാക്ക് നന്നായിട്ട് ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. ആന്റണി ഗോർഡനും നന്നായിട്ട് ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്യുന്ന ഒരു ഫോമിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അപ്പോൾ ന്യൂ കാസിൽ അറ്റ് ഇറ്റ്സ് ബാക്ക് ഫോം ഇറ്റ്സ് ബാക്ക് എന്ന് പറയുമ്പോൾ കളിക്കുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത്ര ലെവലിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ടഫായിരിക്കും മത്സരം. പക്ഷേ ഓൾഡ് ട്രാഫോർഡിലാണ് ഗെയിം. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ടീമിനും നല്ലൊരു ചാൻസ് ഉണ്ട്. എനിവേ എൻ്റെ പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് ന്യൂ കാസിൽ ഗോണ വിൻ ദ മാച്ച് എന്നാണ്. നോക്കാം. ഗെയിം വീക്ക് 19 അവസാനത്തെ മാച്ച് ബ്രൻഫോർഡ് വേഴ്സസ് ആഴ്സണലാണ്. ആഴ്സണൽ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് സാക്കയ്ക്ക് പരിക്കേറ്റത്. അതുകൊണ്ട് അതിനെ അവരേത് രീതിയിൽ മറികടക്കുന്നുള്ളത് നോക്കാം. ബ്രൻഫോർഡിനെ സംബന്ധിച്ചിടത്തോളം ബ്രൻഫോർഡിൻ്റെ ഹോമിലുള്ള മാച്ചുകളിൽ അവർ ഭയങ്കര സ്ട്രോങ് ടീമാണ്. അവരുടെ ഹോം മാച്ച് മാത്രം നോക്കുമ്പോൾ പ്രീമിയർ ലീഗിൽ ഈ സീസണിലെ നമ്പർ 1 പൊസിഷനിലാണ് ബ്രൻഫോർഡ് എന്നുള്ളത് എല്ലാവരും ഞെട്ടുന്ന ഒരു കണക്കാണ്. അതുകൊണ്ട് തന്നെ ആഴ്സണലിന് ഒട്ടും എളുപ്പമാവില്ല. ഞാനൊരു ഷോക്കിംഗ് റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. സാക്കില്ലാത്ത ആഴ്സണലിന് ഒരു പക്ഷേ ബ്രൻഫോർഡ് വെല്ലുവിളി ആയേക്കാം. ബ്രൻഫോർഡ് ഒരു അട്ടിമറി വിജയം എന്നാണ് എൻ്റെ ഈ വീക്കിലെ അവസാനത്തെ മാച്ചിലത്തെ പ്രൊഡിക്ഷൻ. അപ്പോൾ നമുക്ക് നാളെ ഇതിൻ്റെ ഇന്നത്തെ മത്സരത്തിനുള്ള അനാലിസിസായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരെ ബൈ.